Morning. During the last classes relating to the international agreements, we have already explained that some kind of international agreements is, and also the different types of international agreements such like unilateral agreement, bilateral agreement, plurilateral agreement, multilateral agreements, etc. Out of the multilateral agreements, we already explained that some of the examples like GATT and WTO, etc. And the last topic, WTO, that means World Trade Organizations. We are already explained the historical elements of WTO, the principles and functions of WTO, the organizational structure of WTO. In today's class, we propose to explain about the WTO agreements. പ്രധാനമായിക്കൊണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലുള്ള അഗ്രിമെൻറ്റ്സുകൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലുള്ള WTO അഗ്രിമെൻറ്റ്സുകൾ കൃത്യമായിക്കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. പ്രധാനമായിക്കൊണ്ടും നമുക്ക് 4 ഏരിയാസുമായി ബന്ധപ്പെട്ടുള്ള വേൾഡ് ട്രേഡ് ഓർഗനൈസേഷണൽ അഗ്രിമെൻറ്റ്സുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ട്രിപ്സ്. ട്രിപ്സ് സ്റ്റാൻഡ്സ് ഫോർ ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്. And the second one is TRIMS. TRIMS stands for Trade Related Investment Measures. And the third one is GATS. GATS stands for General Agreement on Trade in Services. And the last one is AOA. AOA stands for Agreement on Agriculture. So the first topic is TRIPS, Agreement on Trade Related Intellectual Properties. എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോർമലായിക്കൊണ്ട് കേൾക്കാറുള്ള ടെർമിനോളജിയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മീൻസ് ദ ക്രിയേഷൻ ഓഫ് മൈൻഡ് സച്ച് ആസ് ഇൻവെൻഷൻസ്, ലിറ്ററസി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സ്, ഡിസൈൻസ്, സിംബൽസ്, ഇമേജസ് യൂസ്ഡ് ഇൻ ദി കൊമേഴ്സസ്. ഓക്കെ, നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുള്ള ലിറ്ററസി ഓർ ആർട്ടിസ്റ്റിക് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻഷൻസുകൾ, നമ്മളുടെ ഡിസൈൻസുകൾ, സിംബൽസ്, ഇമേജസ്, ഇതിനൊക്കെ നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടാറുള്ളത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസിനെ ഇഫക്റ്റീവായിക്കൊണ്ട് സൂപ്പർവൈസ് ചെയ്യുന്നതിനും അതിനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ട്രിപ്സ് എന്നുള്ള അഗ്രിമെൻറ്റ്സ് WTOയുടെ ഭാഗമായിക്കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻക്ലൂഡ്സ് കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, പാറ്റൻറ്റ്, എക്സെട്ര. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കോമ്പണൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷനുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് WTO വളരെ പ്രധാനപ്പെട്ട ചില അഗ്രിമെൻറ്റ്സുകൾ കൃത്യമായിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിക്കൊണ്ട് ഫോളോ അപ്പ് ചെയ്തു വരാറുണ്ട്. ഇവിടെ നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട ചില ടെർമിനോളജീസുകളാണ് അഡീഷണൽ ആയിക്കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് പാറ്റൻറ്റ് എന്നുള്ളത്. നമുക്കറിയാം, പാറ്റൻറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ഗിവൻ ടു ദി ഓതർ ബൈ ദി സ്റ്റേറ്റ് ടു പ്രൊഹിബിറ്റ് എനിവൺ ഫ്രം യൂട്ടിലൈസിങ് ഓർ ക്രിയേറ്റിംഗ് ഓർ സെല്ലിംഗ് ആൻ ഇൻവെൻഷൻ ഫോർ എ സ്പെസിഫിക് ഡ്യൂറേഷൻ ഓഫ് ടൈം. പാറ്റൻറ്റ് എന്നുള്ളത് ഒരു വ്യക്തി അയാൾ സ്വന്തം നിലക്ക് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഐഡിയാസിനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കൺസെപ്റ്റ്സിനെയോ മറ്റുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി സ്വന്തം നിലക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ഡ്യൂറേഷനിലേക്ക് അത് ഇഫക്റ്റീവായിക്കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു എക്സ്ക്ലൂസീവ് പ്രിവിലേജ് റൈറ്റ്സിനെ പറയുന്ന പേരാണ് പാറ്റൻറ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇൻ ഇന്ത്യ, ദ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് പാറ്റൻറ്റ് ഈസ് 20 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഫയലിംഗ് ദി പാറ്റൻറ്റ് ആപ്ലിക്കേഷൻ. ഇന്ത്യൻ പാറ്റൻറ്റ് ആക്ട് പ്രകാരം ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആക്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് പാസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ പാറ്റൻറ്റ് ആക്ട് എന്നുള്ള രീതിയിൽ. ഈ പാറ്റൻറ്റ് ആക്ട് പ്രകാരം ഓരോ വ്യക്തിയുടെയും അയാളുടെ ക്രിയേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം വർക്കുകൾ പാറ്റൻറ്റൈസ് ചെയ്യാവുന്നതാണ്. പരമാവധി പാറ്റൻറ്റ്ഷിപ്പിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത ഡേറ്റ് ഓൺവേർഡ്സ് മുതൽ മാക്സിമം 20 years വരെയാണ് ഇതിന് പാറ്റൻറ്റ് പ്രൊവൈഡ് ചെയ്യപ്പെടാറുള്ളത്. ഈ പാറ്റൻറ്റ് പീരീഡിനുള്ളിൽ ഓതറുടെ ക്രിയേഷൻസുകളോ അല്ലെങ്കിൽ ഓതേഴ്സിൻ്റെ വർക്കുകളോ ഒരു കാരണവശാലും അവരുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ കൺസെൻ്റ് ഇല്ലാതെ ഈ 20 years പീരീഡ് ഓഫ് ടൈംസിനുള്ളിൽ മറ്റു വ്യക്തികൾക്ക് കോപ്പി ചെയ്യാനോ മറ്റു വ്യക്തികൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാനോ മറ്റു വ്യക്തികൾക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഒരു കാരണവശാലും ഉണ്ടാകുന്നതല്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം അവർക്കെതിരെ compensation റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഫയൽ അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ടെർമിനോളജീസ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആസ്പെക്ട്സ് ഈസ് കോപ്പിറൈറ്റ്. Copyrights means the original work of authorship fixed in a tangible medium including literacy, dramatic
മ്യൂസിക്കൽ, ആർട്ടിസ്റ്റിക് ആൻഡ് അതർ ഇൻ്റലക്ച്വൽ വർക്ക്സ്. കോപ്പിറൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പെർട്ടിക്കുലർലി അയാളുടെ ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഏരിയാസുമായി ബന്ധപ്പെട്ട ലിറ്ററസി വർക്ക്, അതല്ലെങ്കിൽ ഡ്രമാറ്റിക് വർക്ക്സുകൾ, മ്യൂസിക്കൽ വർക്ക്സ്, ആർട്ടിസ്റ്റിക് വർക്കുകൾ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ കാപ്പബിലിറ്റീസിൻ്റെ ഭാഗമായി കൊണ്ട് പെർഫോം ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസുകൾ മറ്റുള്ള ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ എന്താ പറയുക പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു സെക്യൂരിറ്റി ആസ്പെക്ട്സ് ആണ് നമ്മൾ കോപ്പിറൈറ്റ്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ദി ഡ്യൂറേഷൻ ഓഫ് കോപ്പിറൈറ്റ് ഈസ് ദി ലൈഫ് ടൈം ഓഫ് ദി ഓതർ ഓർ ആർട്ടിസ്റ്റ് ആൻഡ് 60 years കൗണ്ടഡ് ഫ്രം ദി ഇയേഴ്സ് ഫോളോയിങ് ദി ഡെത്ത് ഓഫ് ദി ഓതർ. ഇന്ത്യൻ കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കോപ്പിറൈറ്റിൻ്റെ മാക്സിമം പ്രൊട്ടക്റ്റിംഗ് ഡ്യൂറേഷൻസ് എന്നുള്ളത് ഓതറുടെ എൻറ്റയർ ലൈഫ് പീരീഡും പ്ലസ് ഓതർ മരണപ്പെട്ടതിന് ശേഷം 60 years കണ്ടിന്യൂഷൻ ആയിക്കൊണ്ട് 60 വർഷം വരെ അതിനുള്ള കൃത്യമായ രൂപത്തിലുള്ള കോപ്പിറൈറ്റ്സ് അതിൻ്റെ ഓതേഴ്സുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, ദ തേർഡ് ടെർമിനോളജി ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഈസ് ട്രേഡ് മാർക്ക്. Trademark is a type of intellectual property consisting of recognizable sign, design, expression which identify a product or service of a particular source from the source of others. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് ആണ് അല്ലേ. രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിമിനാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. പ്രധാനമായിക്കൊണ്ടും ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സിനെയോ അല്ലെങ്കിൽ കമ്പനിയുടെ മറ്റോ ഗുഡ്സ് ആൻഡ് സർവീസിനെയോ മറ്റു കോമ്പീറ്റിംഗ് പ്രൊഡക്ട്സുകളിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസൈൻസിനെയോ സിമ്പിൾസിനെയോ അതല്ലെങ്കിൽ അതിൻ്റെ നെയിംസ് എലമെൻസിനെയോ ഒക്കെ പറയുന്ന പേരാണ് നമ്മൾ ട്രേഡ് മാർക്ക്. ലീഗലി രജിസ്റ്റർ ചെയ്യപ്പെട്ട ബ്രാൻഡ് നെയിമിനെ പറയുന്ന പേരാണ് ട്രേഡ് മാർക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. ഓക്കെ, ദ രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് മാർക്ക് ഈസ് വാലിഡ് ഫോർ ദി പീരീഡ് ഓഫ് 10 years ആൻഡ് റിന്യൂവബിൾ എവറി 10 years. ട്രേഡ് മാർക്കിൻ്റെ ഒരു ഡ്യൂറേഷൻസ് എന്നുള്ളത് നോർമൽ കേസിൽ 10 years ആണ് അതിൻ്റെ ഡ്യൂറേഷൻ വരാറുള്ളത്. അറ്റ് ദി സെയിം ടൈം ആഫ്റ്റർ ദി എക്സ്പയർ ഓഫ് 10 years വി ക്യാൻ റിന്യൂവബിൾ ടു ദി നെക്സ്റ്റ് 10 years ഓൾസോ. സാധാരണഗതിയിൽ നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി 10 വർഷത്തെ സെക്യൂരിറ്റി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ട്രേഡ് മാർക്കിൻ്റെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എലമെൻറ്റ്സ് കിട്ടും. അറ്റ് ദി സെയിം ടൈം ആ 10 വർഷം എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സീക്വൻ്റ് ആയിട്ട് വീണ്ടും ഒരു 10 വർഷം കൂടി നമുക്കിതിൻ്റെ ഭാഗമായിക്കൊണ്ട് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിക്കൊണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 20 yearsൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കവറേജിങ് ആണ് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട് ട്രേഡ് മാർക്ക് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള പ്രൊട്ടക്ഷൻസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അഗ്രിമെൻറ്റ്സ് നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട WTO അഗ്രിമെൻറ്റ്സുകളാണ് ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് WTO അഗ്രിമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രിപ്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെട്ടിരുന്നത്. ദ സെക്കൻഡ് WTO അഗ്രിമെൻറ്റ് ഈസ് ട്രിംസ്. ട്രിം സ്റ്റാൻഡ്സ് ഫോർ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് measures. Trade related investment measures. These are the rules that are applicable to the domestic regulations a country imposes on foreign investors. പ്രധാനമായിക്കൊണ്ടും ട്രിംസ് എന്നുള്ളത് വ്യത്യസ്ത രാജ്യങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീലിങ്സ് നടത്തുന്ന സമയത്ത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡീലിങ്സിനെ കൃത്യമായി കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി WTO ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള അഗ്രിമെൻറ്റ്സിനെ പറയുന്ന പേരാണ് ട്രിംസ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ദി ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ്. മെയിനായിക്കൊണ്ട് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് കൺട്രോളിങ് എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻസിനെ ബാരിയേഴ്സിനെ മാക്സിമം ലിബറലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പരമാവധി ഈസിയസ്റ്റ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ ആക്കുക എന്നുള്ള ഒബ്ജക്റ്റീവ്സിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് WTO ട്രിംസ് എന്നുള്ള ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് എന്നുള്ള ഒരു അഗ്രിമെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. And the third WTO agreement is GATS. GATS stands for General Agreement on Trade in Services. പ്രധാനമായിക്കൊണ്ട് ഇവിടെ ഇറ്റ് ഇസ് എ ട്രീറ്റി ഓഫ് WTO ദാറ്റ് എൻറ്റേർഡ് into force in 1995. ഇറ്റ് ഇസ് എ മൾട്ടിലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റ് ആൻഡ് സർവീസ് സെക്ടർ. ബേസിക്കലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള GATT എന്നുള്ളത് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസ് എന്നുള്ളത് WTOയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പർ കൺട്രീസിനിടയിൽ നമ്മൾ സർവീസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ സർവീസ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനാഷണൽ സർവീസ് ഡീലിങ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് മറ്റു റെസ്ട്രിക്ഷൻസുകളോ മറ്റു രൂപത്തിലുള്ള കൺട്രോളിങ്ങുകളോ പരമാവധി ലിബറലൈസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് സർവീസ് എക്സ്പോർട്ടിങ്ങും സർവീസ് എക്സ്ചേഞ്ചിങ്ങും പ്രോപ്പറായിക്കൊണ്ട് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് WTO ഫ്രെയിം ചെയ്തിട്ടുള്ള മറ്റൊരു അഗ്രിമെൻറ്റ്സാണ് ഗവൺമെൻറ് ജനറൽ അഗ്രിമെൻറ്റ്സ് ഓൺ ട്രേഡ് ഇൻ സർവീസസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്.
Okay, so these are the four types of WTO agreements, 3 to 4 types of WTO agreements. Okay, the next topic is regional economic integration. Regional economic integration. It is a form of economic cooperation in which countries remove all barriers to trade between themselves. റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് എന്നുള്ളത് WTOയുടെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒരു എൻറ്റിറ്റീസാണ്. പ്രധാനമായിക്കൊണ്ടും ഇവിടെ പ്രാദേശികപരമായിക്കൊണ്ടും അല്ലെങ്കിൽ മേഖലാപരമായി കൊണ്ടുള്ള ഒരു കോപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്. ചില രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട്, ചില റീജിയൻ ഏരിയാസുകൾ കൂടി ചേർന്നുകൊണ്ട് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസുകൾ പ്രധാനമായിക്കൊണ്ടും WTOയുടെ കണ്ടിന്യൂൻസ് ആയിക്കൊണ്ട് കണ്ടക്ട് ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ നമുക്ക് 4 ടൈപ്സ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. The first type is type of regional economic integrations in the ഭാഗമായിക്കൊണ്ട് there are mainly 4 types of regional economic integration. The first one, free trade area, and the second one, custom union, third one, common market, and the last one, economic union. 4 types of regional economic integrations ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, കോമൺ മാർക്കറ്റ് ആൻഡ് എക്കണോമിക് യൂണിയൻ. Okay, the next terminology is forms of regional economic integration. Forms of regional economic integrations. നമുക്കറിയാം എക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിക്കൊണ്ട്, പർട്ടിക്കുലർലി റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിക്കൊണ്ട് വ്യത്യസ്ത പ്രാക്ടിക്കൽ ഫോമാറ്റുകൾ നമ്മുടെ കൃത്യമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഏരിയാസിൽ കാണാൻ വേണ്ടി സാധിക്കും. വളരെ പോപ്പുലറിസ്റ്റിക് ആയിട്ടുള്ള ചില റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസിൻ്റെ പ്രാക്ടിക്കൽ വേർഷൻസിലാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. There are 5 to 6 types of regional economic integrations are there. The first one is European Union. EU എന്നുള്ള അബ്രീവിയേഷൻസിലാണ് അറിയപ്പെടാറുള്ളത്, യൂറോപ്യൻ യൂണിയൻ. സെക്കൻഡ് വൺ, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ്, നാഫ്റ്റ എന്നുള്ള പേരിലാണ് അറിയപ്പെടാറുള്ളത്. തേർഡ് വൺ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ, ASEAN എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ nation. And the fourth one is South Asian Free Trade Area, South Asian Free Trade Area, which is popularly called as SAFTA. And the fifth one, Asia Pacific Economic Cooperation, which is popularly called as APEC. And the sixth one is South Asian Association for Regional Cooperation, SARC, South Asian Association for Regional Cooperation, SARC. So these are the very prominent types of regional economic integrations, particularly in our region. So we can explain each one. The first one is European Union, EU. As all we know that EU is a politico-economic union of 28 member states that are located in Europe, and it came into force on the 1st November 1993. പ്രധാനമായിക്കൊണ്ടും യൂറോപ്യൻ ഏരിയാസുമായി ബന്ധപ്പെട്ട് 28 യൂറോപ്യൻ സ്റ്റേറ്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് അഗ്രിമെൻറ്റ്സ് ആണ് സാധാരണഗതിയിൽ യൂറോപ്യൻ യൂണിയൻ എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ദ ട്രീറ്റി വാസ് ഡിസൈൻ ടു എൻഹാൻസ് ദ യൂറോപ്യൻ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ബൈ ക്രിയേറ്റിംഗ് എ സിംഗിൾ കറൻസി യൂറോ. പ്രധാനമായിക്കൊണ്ടും ഈ ഒരു യൂറോപ്യൻ റീജിയൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസി എക്കണോമിക് ഇൻ്റഗ്രേഷൻസിനെയും ഈസിയസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് ഡീലിങ്സും പ്രോപ്പറായിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു സിംഗിൾ കറൻസി യൂറോ എന്നുള്ള പേരിൽ ഈ ഏരിയാസിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ട് യൂറോപ്യൻ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് സൈൻ ചെയ്ത എല്ലാ രാജ്യങ്ങളിലും കോമൺ ആയിക്കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂറോ എന്നുള്ള കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ 28 യൂറോപ്യൻ എക്കണോമിക് യൂണിയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയാസിൽ ഒരു ഫ്രീ ട്രേഡ് ഓപ്പറേറ്റ് ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ എന്നുള്ള രൂപത്തിലുള്ള ഈ ഒരു ഇൻ്റഗ്രേഷൻസ് അല്ലെങ്കിൽ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് അണ്ടർടേക്ക് ചെയ്യപ്പെടുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ. The first one is the establishment of economic market, and the second one, promotion of peace and well-being of union's citizen, and the third one, sustainable development based on the balanced economic growth, and the fourth one, social market economy. വളരെ കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളാണ് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. Another components of EU is structure of economic union, ഓപ്പറേഷണൽ സ്ട്രക്ചർ ഓഫ് ഇക്കണോമിക് യൂണിയൻ. പ്രധാനമായിക്കൊണ്ട് 4-5 സെക്ടറൽ ഓർഗനൈസേഷൻസുകളാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് വരുന്നത്.
The first one is European Commission, and second one Council of Ministers, third one European Parliament, fourth one Court of Justice, and the last one Court of Auditors. Okay, so the second regional economic integration forms is North American Free Trade Agreement, NAFTA, North American Free Trade Agreement. It is a trade agreement between Canada, USA and Mexico. ഇതൊരു ത്രീ കൺട്രീസ് ഇൻ ബിറ്റ്വീൻ ആയിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ്സ് ആണ് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് നാഫ്റ്റ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1st January 1994. The basic objectives of NAFTA is to eliminate the trade barriers and facilitate cross-border movements. The second one is to promote the conditions of fair competition between the member countries. And the third one, to substantially increase the investment opportunities in member countries. And the fourth one is to provide adequate protection to intellectual property rights. And the fifth one is to create an effective procedure for a resolution of disputes in the member countries. അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസേൺഡ് ഏരിയാസിൽ ഏത് ഏരിയയിലാണോ നമ്മൾ ഈ എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് വർക്കൗട്ട് ചെയ്യുന്നത് ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ അഡ്വാൻസ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊസീജിയർ ഫോർ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ആ ഒരു ഡീലിങ്സിൽ ബേസിക് ആയിട്ടുള്ള ഏരിയാസിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ആണ് എല്ലാ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിക്കൊണ്ട് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഈസ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ, ആസിയാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ. It is the political and economic organization of 10 Southeast Asian countries. 10 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒരു അസോസിയേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ആസിയാൻ എന്നുള്ള അഗ്രിമെൻറ്റ്സ്, ആസിയാൻ എന്നുള്ള ഒരു എന്താണ് അഗ്രിമെൻറ്റ്സിനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഫോംഡ് ഓൺ 8th August 1967. The basic objectives of ASEAN is to accelerate the economic growth and social progress and cultural development in the region. And the second one is to promote the regional peace and stability. And the third one, to promote the collaboration and mutual assistance on common interest matters. The fourth one is to provide assistance on training and research facilities. And the last one, to promote South Asian studies. So the next regional cooperative integration, regional economic integration is അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആസിയാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെർമിനോളജി കൂടി, ഒരു ക്യാപ്ഷൻ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആസിയാൻ ഓർഗനൈസേഷണൽ ബോഡീസ്, ആസിയാൻ്റെ ഒരു ഫങ്ഷണൽ ഇഫക്റ്റീവ്നെസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏതെല്ലാം രൂപത്തിലുള്ള ഓർഗനൈസേഷണൽ ബോഡീസാണ് ആസിയാനുമായി ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ 8 to 9 ടൈപ്സ് ഓഫ് ബോഡീസ്, ആസിയാൻ റിലേറ്റഡ് ആയിട്ടുള്ള ബോഡീസിൻ്റെ നെയിംസുകളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആസിയാൻ സബ്മിറ്റ്, and second one ASEAN Coordination Council, third one ASEAN Community Council, and the fourth one ASEAN Sectoral Ministerial Bodies, and the fifth one ASEAN Secretariat, and the sixth one ASEAN Diplomatic Representation, and the seventh one ASEAN External Relations, eighth one ASEAN Regional Forum, and the last one ASEAN Economic Community. Okay, the next regional economic integration is South Asian Free Trade Area, SAFTA, South Asian Free Trade Area. It was established in 2004 at 12th SAARC Summit in Islamabad. It came into force on 1st January 2006. It includes 7 foreign ministers in the region which were signed in NAFTA. NAFTA എന്നുള്ളത് പ്രധാനമായിക്കൊണ്ടും സൗത്ത് ഏഷ്യസ് റിലേറ്റഡ് ആയിട്ടുള്ള 7 കൺട്രീസിൻ്റെ ഒരു അസോസിയേഷനാണ്. സൗത്ത് ഏഷ്യയുമായി റിലേറ്റഡ് ആയിട്ടുള്ള 7 കൺട്രീസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നിട്ടുള്ള ഒരു റീജിയണൽ കോർപ്പറേഷനാണിത്. 2004 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 2006 ഓൺവേർഡ്സ് മുതലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഫ്റ്റ ഈസ് ടു പ്രൊമോട്ട് ആൻഡ് എൻഹാൻസ് മ്യൂച്വൽ ട്രേഡ് ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ among the region, to eliminating the trade barriers, to facilitate cross-border movements of goods between the territories. The fourth one is to promote the conditions of fair competition in the region. And the fifth one, to create effective mechanism for the resolutions of disputes. And the last one, to establish a framework for the further regional cooperation. Okay.
And the next type of regional cooperative integration is Asia Pacific Economic Cooperation, APEC എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുന്ന Asia Pacific Economic Cooperation. It is a form of 21 region around the Pacific Ocean. പസഫിക് ഓഷ്യനുമായി സറൗണ്ട് ചെയ്യപ്പെടുന്ന 21 റീജിയൻസിൻ്റെ ലൊക്കേഷൻസിൽ വരുന്ന ഏരിയാസ്, എല്ലാ റീജിയനിൽ വരുന്ന ജോഗ്രഫിക്കൽ ഏരിയാസാണ് പ്രധാനമായി കൊണ്ടും ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻസ് എന്നുള്ള ഈ ഒരു അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി കൊണ്ട് സൈൻ ചെയ്തിട്ടുള്ളത്. The basic objectives of APEC is to create greater prosperity for the people of a region, and the second one is to sustain the growth and development of the region, and the third one to enhance the positive gain resulting from increasing economic independence, and the fourth one to strengthen multilateral trading system in the region, and the last one to reduce the barriers on trade of goods and service among the participants. Okay, ഇതൊക്കെ ഈ ഒബ്ജക്റ്റീവ്സുകളൊക്കെ ഓരോ ടൈപ്സ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സും ഏറെക്കുറെ നമുക്ക് സിമിലറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു കൺസേൺഡ് ഏരിയാസിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്സ്, ആ ഒരു കൺസേൺഡ് ഏരിയാസിൻ്റെ പ്രോഗ്രസ്നെസ്, അതുമായി ബന്ധപ്പെട്ട പ്രോസ്പെരിറ്റി, ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് പ്രോഗ്രാംസുകൾ, ഇങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു 3-4 കോമ്പണൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഈച്ച് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, SAARC, South Asian Association for Regional Cooperation. It is an economical and geographical organization of 8 South Asian nations. 8 സൗത്ത് ഏഷ്യൻ നാഷൻസിൻ്റെ ഒരു കൺസോർഷ്യമായിട്ടാണ് നമ്മൾക്ക് സാർക്ക് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. The first SAARC summit was held in Dhaka on 8th December 1985 and the headquarters of SAARC is at Kathmandu, Nepal. Okay, the basic objectives of SAARC is to improve the quality of life of people of South Asia, and the second one to accelerate the economic growth and social progress in this region, and the third one to strengthen collective self-reliance among South Asian countries, and the fourth one to promote active collaboration and mutual assistance in the economic, social, cultural and scientific areas. Okay, and the next component is organizational bodies of SAARC. സാർക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓർഗനൈസേഷണൽ ബോഡീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ മെയിൻലി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് SAARC ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, SSCCI എന്നുള്ള പേരിലാണ് അബ്രീവിയേറ്റ് ചെയ്യുന്നത്, SAARC ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ദ സെക്കൻഡ് വൺ ഈസ് SAARC ലോ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോപ്പറേഷൻ ലോ എന്നുള്ള പേരിലാണ് സെക്കൻഡ് ഓർഗനൈസേഷൻസ് അറിയപ്പെടുന്നത്. ദ തേർഡ് വൺ ഈസ് സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ട്സ്, സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ട്സ്, സാഫ എന്നുള്ള പേരിലായിട്ടാണ് അറിയപ്പെടുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സൗത്ത് ഏഷ്യൻ ഫൗണ്ടേഷൻ, സാഫ് എന്നുള്ള പേരിലായിട്ടാണ് അറിയപ്പെടുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ സൗത്ത് ഏഷ്യൻ ഇനീഷ്യേറ്റീവ് ടു എൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, ചൈൽഡ് അബ്യൂസിങ്ങുമായി ബന്ധപ്പെട്ട് ചൈൽഡ് അബ്യൂസിങ്ങിനെ കൃത്യമായി കൊണ്ട് എന്താണ് ലിമിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ബോഡിയാണ് സൗത്ത് ഏഷ്യൻ ഇനീഷ്യേറ്റീവ് ടു എൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് ചൈൽഡ്, സേവ് വാക്ക് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഫൗണ്ടേഷൻ ഓഫ് സാർക്ക് റൈറ്റേഴ്സ് ആൻഡ് ലിറ്ററേച്ചർ, ഫോസാൽ എന്നുള്ള പേരിലായിട്ടാണ്, ഫോസ്വാൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, ഫൗണ്ടേഷൻ ഓഫ് സാർക്ക് റൈറ്റേഴ്സ് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ റീജിയണൽ കോപ്പറേറ്റീവ് ഇൻ്റഗ്രേഷൻസ് ബേസ്ഡ് ഓൺ ഇൻ അവർ ലൊക്കാലിറ്റി. പ്രധാനമായിക്കൊണ്ട് നമ്മളൊരു 5 പോയിൻറ്റ്സുകളാണ്, 5th 6th റീജിയണൽ കോപ്പറേറ്റീവ് ഇൻ്റഗ്രേഷൻ്റെ ടെർമിനോളജീസിലാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായി കൊണ്ട് ശ്രദ്ധിക്കുക, യൂറോപ്യൻ യൂണിയൻ, അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് നാഫ്റ്റ, ആൻഡ് ദ തേർഡ് വൺ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ ASEAN, ആൻഡ് ദ ഫോർത്ത് വൺ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ സാഫ്റ്റ, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഏഷ്യൻ പസഫിക് എക്കണോമിക് കോപ്പറേഷൻ APEC, ആൻഡ് ദ ലാസ്റ്റ് വൺ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ cooperation. Okay, so these are the forms of regional economic integrations. Okay, thank you.